സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ ഇടവും വലവും ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം പുറത്തുവരും. എന്നാൽ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനവും വകുപ്പും സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇക്കാര്യത്തിലും ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ മുഴുവൻ പേരുകളും ഇന്ന് പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ UDF യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെ വകുപ്പും എണ്ണവും ഇതുവരെയും അന്തിമമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ന് ഒരു ഉഭയകക്ഷി ചർച്ച നടക്കും. പിന്നാലെ തന്നെ UDF യോഗവും വീണ്ടും ചേരും. അതേപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരത്തെത്തി. മന്ത്രിമാരുടെ അന്തിമ പട്ടിക നാളെ ഉച്ചയോടുകൂടി തന്നെ ഗവർണർക്ക് കൈമാറും. 21 അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയാണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക. MLA മാരുടെ സത്യപ്രതിജ്ഞ 21-നാണ്. നയപ്രഖ്യാപന പ്രസംഗം 29-ന് നടക്കും. ജൂൺ 5-ന് ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. എന്നാൽ തുടക്കം മുതൽക്കേ തന്നെ കോൺഗ്രസ് ആകട്ടെ ഒരു സസ്പെൻസ് എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ പോലും പ്രകടമാക്കിയിരുന്നു. ഏകദേശം 10 ദിവസത്തിന്റെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചത്. അതേപോലെ തന്നെ ഇവിടെ നിരവധി സർപ്രൈസുകളും ട്വിസ്റ്റുകളുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തന്നെ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ് ആരൊക്കെയാകും ഈ മന്ത്രിസഭയിലേക്ക് എത്തുക എന്നത്. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ പുതുമുഖ നേതാക്കൾക്കും അവസരം നൽകാൻ ആലോചന ഉള്ളതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.